ഇടുക്കിയിൽ ഏലം കർഷകരെ കബളിപ്പിച്ച് കോടികൾ പറ്റിച്ചതായി പരാതി. വിപണി വിലയേക്കാൾ ഉയർന്ന നിരക്ക് വാഗ്ദാനം ചെയ്ത് ഏലം വാങ്ങിയ ശേഷം പണം നൽകിയില്ല. തട്ടിപ്പ് നടത്തിയ പാലക്കാട് കരിമ്പ സ്വദേശിയായ മുഹമ്മദ് നസീറിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കിയിലെ അടിമാലി, വെള്ളത്തൂവൽ, നെടുങ്കണ്ടം മേഖലകളിലെ ചെറുകിട ഏലം കർഷകരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. വിപണിയിൽ 3500 രൂപ കിലോയ്ക്ക് വിലയുള്ളപ്പോൾ 5000 രൂപ നിരക്കിലായിരുന്നു മുഹമ്മദ് നസീറിന്റെ വാഗ്ദാനം. 1 മാസം മുതൽ 1.5 മാസം വരെ അവധി പറഞ്ഞ് ഇയാൾ ഏലക്ക സംഭരിക്കും. ഇതിനായി അടിമാലിയിൽ ഏലക്ക ട്രേഡിംഗ് സെന്ററും തുറന്നിരുന്നു. എൻഗ്രീൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു സംഭരണം. തുടക്കത്തിൽ കർഷകർക്ക് കൃത്യമായി പണം കിട്ടി. ഇത് കേട്ടറിഞ്ഞ് കൂടുതൽ വില പ്രതീക്ഷിച്ചെത്തിയ കർഷകരാണ് വഞ്ചിക്കപ്പെട്ടത്. കഴിഞ്ഞ 2 മാസമായി സംഭരിച്ച ഏലക്കയുടെ തുക തിരികെ കിട്ടാത്തതോടെ പലരും പോലീസിനെ സമീപിക്കുകയായിരുന്നു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ മാത്രം നസീറിനെതിരെ 23 പരാതികൾ കിട്ടിയിട്ടുണ്ട്. 5 കോടിയിലേറെ രൂപ അടിമാലിയിൽ ഇങ്ങനെ വെട്ടിച്ചുവെന്നാണ് കണക്ക്. 1 മാസത്തിനകം മുഴുവൻ പണവും നൽകാമെന്ന് നസീർ പലർക്കും ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നുമാണ് വിവരം. ഇത് മുഖവിലക്കെടുത്ത പലരും ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. ഏറെക്കാലമായി അടിമാലിയിലുള്ള പാലക്കാട് സ്വദേശി നസീർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 18/9/2023 അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എൻഗ്രീൻ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി തൊട്ടടുത്ത മാസം മുതൽ, അതായത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഏലം ശേഖരിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ കമ്പനിയാണിതെന്ന ആരോപണമാണ് പണം നഷ്ടമായവർ ഉന്നയിക്കുന്നത്. പിന്നിൽ വൻ ശക്തികളാണ് എന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് ഇടുക്കി രൂപതയിലെ വൈദികൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചിപുരയ്ക്കൽ പറയുന്നത് കേൾക്കാം. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ ഏലം കർഷകര് വ്യാപകമായി തട്ടിപ്പിനിരയായിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാർ പ്രദേശത്ത് വന്ന് ഒരു ചെറിയ കളക്ഷൻ സെന്ററിട്ട് എൻ ഗ്രീൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ പേരിൽ ഒരാൾ ഏലക്ക സംഭരണം ആരംഭിച്ചു. ആദ്യം 50 കിലോ 100 കിലോ വാങ്ങിച്ച് മാർക്കറ്റ് വിലയേക്കാൾ 1000 രൂപ വരെ കൂട്ടി വില നൽകാം എന്ന ഉറപ്പിൽ 15 മുതൽ 30 ദിവസം വരെയുള്ള അവധി വെച്ച് ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് പിന്നീട് പറഞ്ഞ തീയതിക്കുള്ളിൽ പണം കൊടുത്ത് ആളുകളെ വിശ്വസിപ്പിച്ച് തുടർച്ചയായി പല ആളുകളും ഇപ്രകാരം കൂടുതൽ വില കിട്ടും എന്ന ഓഫർ ഉള്ളതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ 1 മാസം മുതൽ 40 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്തു വന്നിരുന്നു. അതങ്ങനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതിയാണ് അവസാനമായിട്ട് എടുക്കുന്നത്. ആ സമയമായപ്പോഴേക്കും വ്യാപകമായ ആളുകൾ അധിക വില കിട്ടും എന്നുള്ള സാധ്യത പരിഗണിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കൊണ്ടുവന്ന് കൊടുക്കുകയും കുറേ ആളുകൾക്ക് പണം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ ജൂൺ മാസത്തിൽ തനിക്ക് വിദേശത്തു നിന്ന് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉൽപ്പന്നം ആവശ്യമാണ് എന്ന് പറഞ്ഞ് കൂടുതൽ തരാൻ കഴിയുന്ന ആളുകളെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് അവരുടെ പക്കലിരുന്നതും അവർ അടുത്തുള്ള പ്രദേശത്ത് ആളുകൾ സമാഹരിച്ചതുമായ 10,000 കിലോ ഏലക്ക സമാഹരിച്ച് ഇയാൾ കൊടുക്കുകയും അതിനുശേഷം നാളിതുവരെ പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 1400-ലധികം ബില്ലുകൾക്കാണ് പൈസ കൊടുക്കാനുള്ളത് എന്നാണ് കണക്ക്. ശതകോടികൾ വരും. ഇത് ആളുകളെ വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആദ്യമൊക്കെ കൃത്യമായി പറഞ്ഞ തീയതിക്കുള്ളിൽ പൈസ കൊടുത്തും അത് അധിക വില കൊടുത്ത് സമാഹരിച്ച് അവസാനം എടുക്കുമ്പോൾ വ്യാപകമായ പല മേഖലകളിൽ നിന്ന്, ഇത് കൊമ്പടിഞ്ഞാൽ, പാറത്തോട്, പണിക്കൻകുടി, മുള്ളരിക്കുടി, അതുപോലെ തന്നെ തിങ്കൾക്കാട്, ബൈസൺ വാലി, രാജകുമാരി, രാജാക്കാട്, മുനിയറ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഏലം കർഷകരെയും കൈവശം ഇരുന്ന ഏലക്ക മുഴുവൻ സമാഹരിച്ച് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യമാണ്. 1400-ലധികം ബില്ലുകൾ പേ ചെയ്യാനുണ്ടെന്നാണ്. പണം കിട്ടാതെ വന്നപ്പോൾ അസ്വസ്ഥരായ ആളുകൾ അവിടെ ഇവിടെയും പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകൾ. നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസുകാർ പറയുന്ന നടപടിയെടുക്കാനുള്ള തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ല എന്നാണ്. ഇതിനിടയിൽ ഓഗസ്റ്റ് 15-നും 30-നും ഇടയിൽ പണം കൊടുക്കും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുറേ ആളുകൾ അത് കാത്തിരുന്നു. പക്ഷെ അതിനുശേഷവും ആർക്കും പണം കൊടുത്തിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഞാൻ ഘട്ടം ഘട്ടമായി കൊടുക്കുമെന്നാണ്. ഇനി നിങ്ങളിതുമായി പരാതിയുമായി പോയാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പണം തരാൻ സാധിക്കാതെ വരും, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പണം തരും എന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു.
ഗത്യന്തരമില്ലാതെയാണ് ജനം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ പത്രമാധ്യമങ്ങളുടെ വാർത്ത വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം. ഈ വിദേശ അക്കൗണ്ടിൽ നിന്ന് പോലും ഈ പണം കൊടുത്ത സമയങ്ങളിൽ ആളുകൾക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് വ്യക്തിപരമായ തട്ടിപ്പാണോ സംഘടിതമായ തട്ടിപ്പാണോ എന്ന് അന്വേഷിക്കണം. അതിനപ്പുറം ഇത് തീവ്രവാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവനും നിലംപരശായ അവസ്ഥയാണ്. വലിയ ആശങ്കയുടെ നടുവിലേക്കൊരു സമൂഹം മുഴുവൻ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ വിഷയം അന്വേഷിക്കുകയും ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുകയും ചെയ്യണം. ഗൗരവമായ അന്വേഷണം നടക്കണം. വെറുതെ ഉപരിപ്ലവമായ അന്വേഷണ പ്രഹസനങ്ങളല്ല വേണ്ടത്. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെടണം. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വരണം. വയനാട്ടിലുണ്ടായ ദുരിതം പോലെ തന്നെ ഭീകരമായ ഒരു ദുരന്തമാണ് ഇടുക്കി ജില്ലയിലെ ഈ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.